ഹലോ ഗേസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു കുട്ടി ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയാലോ. അപ്പോൾ ഇന്ന് സനാക്ക് സ്കൂളുള്ള ഡേ ആയിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ ഇക്കാക്കായാണ് സനാനെ സ്കൂളിലാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ രണ്ടുപേരും ഒരുമിച്ച് തന്നെ പോയിട്ടുണ്ടായിരുന്നു. സനാനെ സ്കൂളിലാക്കിയതിന് ശേഷം ഇക്കാക്ക് ഓഫീസിലോട്ടും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവരെയൊക്കെ സ്കൂളിലും ഓഫീസിലൊക്കെ പറഞ്ഞു വിട്ടു. ഞാൻ കിച്ചണിലേക്ക് വന്നപ്പോൾ ഒരു അവസ്ഥയാണ് പോയി കാണുന്നത്. ഇനി അതെല്ലാം വൺ ബൈ വൺ ആയിട്ട് ക്ലീൻ ചെയ്തെടുക്കണം. അതിനിടയിൽ എല്ലായിടത്തും റൂം ഫുള്ള് ലൈറ്റ് ഇട്ട് വെച്ചേക്കായിരുന്നു. അപ്പോൾ അതൊക്കെ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ദേ വന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനായിട്ടുണ്ടായിരുന്നത് പുട്ടും മുട്ടക്കറി ആയിരുന്നു കേട്ടോ. പിന്നെ ഇക്കാക്ക് ഓഫീസിൽ കൊണ്ടുപോകാൻ വേണ്ടി സാലഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ഓണിയനും കൂടി ബാക്കി ഉണ്ടായിരുന്നു. ആ ടൈമിൽ തിരിച്ച് കുറച്ച് നേരം കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അതിൻ്റെ ബാക്കി കൂടി വന്നപ്പോൾ അതുകൂടിയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിനെ ഡൈനിങ് ടേബിളൊക്കെ വന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഡൈനിങ് ടേബിൾ വന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം പിന്നെ ഒരുപാട് പാത്രം നമ്മൾ സിങ്കിൽ കിടപ്പുണ്ടല്ലോ കഴുകാനായിട്ട്. അങ്ങനെ അതെല്ലാം കൂടി വൺ ബൈ വൺ ആയിട്ട് ഇത് കഴുകി വെക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്കും ഹെസ അവിടെ നിന്നുകൊണ്ട് എന്തൊക്കെയോ പറയുന്നുണ്ട്. ഹെസയാണ് എനിക്കിപ്പോൾ ഇതേ വീഡിയോ എടുത്ത് തരുന്നത്. ഈ പാത്രമൊക്കെ കഴുകി വെച്ച് പിന്നെ ഞാൻ നേരെ ഇത് മെയിൻ കിച്ചണിലോട്ട് വന്നിട്ടോ. അപ്പോൾ ഇത് ഈ പൊടി പാത്രങ്ങളൊക്കെ ഇവിടെ തുറന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് എല്ലാം കുക്കിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രം എല്ലാ പണികളും കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇതൊക്കെ എടുത്ത് വെക്കുള്ളൂ. ഒരു കുക്കിംഗ് കഴിഞ്ഞാൽ അപ്പം തന്നെ ഇതെല്ലാം എടുത്ത് വെക്കുന്ന പരിപാടി ആയിരിക്കില്ല. അപ്പോൾ എല്ലാം അങ്ങനെ ലാസ്റ്റാണ് ഞാൻ ഇതൊക്കെ എടുത്ത് വെക്കുള്ളൂ. അപ്പോൾ അതൊക്കെ അവിടെ അതിൻ്റെ പൊസിഷനിൽ ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് ഈ മെയിൻ കിച്ചൺ ഒന്ന് ക്ലീൻ ആക്കാനുണ്ട്. മെയിൻ കിച്ചണിൽ കാര്യമായിട്ടുള്ള ക്ലീനിങ് ഒന്നുമില്ല. ജസ്റ്റ് ഒരു സ്ലാബ് ഒന്ന് ക്ലീൻ ചെയ്യണം. അതേപോലെ തന്നെ സിങ്ക് ഒന്ന് കഴുകാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. ഫൈനലി നമ്മുടെ ക്ലീനിങ് പ്രോസസ്സൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ മെയിൻ കിച്ചൺ നമ്മൾ ക്ലീനാക്കി നീറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നേരെ വർക്ക് ഏരിയയിലേക്ക് പോകണം. അപ്പോൾ അതേ കുറച്ച് നേരത്തെ കറി വെച്ചിട്ടുണ്ടായിരുന്ന മുട്ടത്തോട് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ ചെടിയിലിടാൻ വേണ്ടിയിട്ട് കുറച്ച് കവറിലാക്കി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ വർക്ക് ഏരിയയിലും ക്ലീനിങ് പ്രോസസ്സ് ഏകദേശം കംപ്ലീറ്റ് ആവാറായിട്ടുണ്ട്. നമുക്കിനി ഗ്യാസ് സ്റ്റവ് കൂടി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാനുള്ളൂ. പിന്നെ കിച്ചൺ സിങ്കും കൂടിയും ബാക്കിയുണ്ട്, അതും കൂടി ക്ലീൻ ചെയ്തെടുക്കാനുള്ളൂ കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ പുതിയ വീട്ടിലേക്ക് താമസം മാറിയതിന് ശേഷമുള്ള ആദ്യത്തെ ബറാത്ത് രാവിൻ്റെ ദിവസമുണ്ട്. അപ്പോൾ നമ്മൾ തലേ ദിവസം തന്നെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. മൊത്തത്തിൽ ആദ്യം ക്ലീനിങ് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ കിച്ചൺ സിങ്ക് കഴുകാനായിട്ട് എനിക്ക് ഭയങ്കര എളുപ്പമുണ്ട്. മറ്റേ സിങ്ക് കഴുകാനായിട്ട് ഭയങ്കര എളുപ്പമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ടൈപ്പ് ഒരു ടാപ്പാണ് നമുക്ക് കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഏത് ഡയറക്ഷനിലോട്ട് നമുക്കതിങ്ങനെ മാറ്റി കൊടുക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമുക്ക് വെള്ളം വേണ്ട സ്ഥലം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഡയറക്ഷനിലോട്ട് എടുത്ത് കഴിഞ്ഞാൽ ക്ലീൻ ചെയ്യാനായിട്ട് നമുക്ക് ഭയങ്കര ഈസി ആയിരിക്കും കേട്ടോ. അപ്പോൾ ഈ കിച്ചൺ സിങ്ക് ക്ലീൻ ചെയ്യാനായിട്ട് എനിക്ക് ഭയങ്കര താല്പര്യമാണ്. കാരണം നമ്മുടെ ഡയറക്ഷൻസിലോട്ട് നമുക്ക് വെള്ളം എത്തുമല്ലോ. അങ്ങനെ ഫൈനലി നമ്മുടെ എല്ലാ കിച്ചൺ ഏരിയയും കൂടി വർക്ക് ഏരിയയും കൂടി ക്ലീൻ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അടുത്ത പരിപാടിയിലേക്ക് പോകണം. അപ്പോൾ നമുക്കിനി ഒരുപാട് ഡ്രസ്സ് എനിക്കിനി വാഷ് ചെയ്യാനുണ്ട് കേട്ടോ. ഈ ഒരു സ്റ്റാൻഡ് നമുക്ക് സിങ്ക് വാങ്ങിച്ചപ്പോൾ കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ അതിൽ ഇൻസേർട്ട് ചെയ്ത് വെക്കുക, വെള്ളമൊക്കെ പോകാൻ വേണ്ടിയിട്ട് അതിലോട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഞാനതെടുത്ത് മാറ്റി വെച്ചിട്ട് എല്ലാ പാത്രങ്ങളും കഴുകിയതിന് ശേഷം അതിൻ്റെ ഉള്ളിലോട്ട് എടുത്ത് വെച്ചിട്ട് വെള്ളമൊക്കെ പോയതിന് ശേഷമാണ് ഞാൻ സ്റ്റാൻഡിലോട്ട് വെക്കാറുള്ളത്. അതിനിടയിൽ ഇത് ഡ്രസ്സൊക്കെ വാഷ് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊന്നും മെഷീനിൽ ഇടാൻ പറ്റത്തില്ല. കാരണം നമ്മൾ പുറത്ത് യൂസ് ചെയ്യുന്ന ഡ്രസ്സാണ്. ഇക്കാക്കട മൂത്താപ്പട മോളുടെ ഹൗസ് വാമിങ് ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. അപ്പോൾ അവിടെ പോയി കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആയിട്ടപ്പോൾ വാഷ് ചെയ്യാനുണ്ടായിരുന്നത്. അപ്പോഴേക്കും വാപ്പിച്ചത് ചിക്കൻ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രാത്രി നമുക്ക് ബറാത്ത് ഡേ സ്പെഷ്യലായിട്ട് പത്തിരി ചിക്കൻ കറിയായിട്ട് ഉദ്ദേശിച്ചേക്കണേ. അപ്പോൾ അത് കുറച്ച് ചിക്കൻ എടുത്ത് ഞാൻ കറി വെക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായി. ബാക്കി ചിക്കൻ ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടി എടുത്തിട്ട്. അപ്പോൾ സനായാണെങ്കിൽ ചിക്കൻ്റെ മസിൽ പീസൊന്നും കഴിക്കത്തില്ല.
അല്ലാത്ത പീസൊക്കെയാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ അങ്ങനത്തെ പീസൊക്കെ എടുത്ത് ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഫ്രൈ ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അത് കുറച്ച് എടുത്തിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ബാക്കി ഞാൻ ചിക്കൻ കറിയാക്കി വെക്കാൻ വേണ്ടി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ സവാളയൊക്കെ വാട്ടിയത് ചിക്കൻ കറിക്കുള്ള സെറ്റപ്പൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ബാക്കിയുള്ള പരിപാടിയിലേക്ക് നീങ്ങണം. ബാക്കി പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റൂം ക്ലീൻ ചെയ്യാനുണ്ട്, അടിച്ചു വരണം, അതൊക്കെ അങ്ങനത്തെ കുറേ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനിടയിൽ ഞാൻ ചിക്കൻ സവാള വേവിക്കാൻ വേണ്ടി വെച്ചേക്കുന്ന ടൈമിൽ ബാക്കിയുള്ള പടികളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നേരത്തെ ഞാൻ കാണിച്ച ആ ടൈപ്പ് പോട്ടിലാണ് ഞാൻ ചിക്കൻ കറി വെക്കണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അടി പിടിക്കത്തൊന്നുമില്ലല്ലോ, നോൺ സ്റ്റിക്കാണ്. നമ്മൾ സിമ്പിളായിട്ട് പോയി കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ബാക്കി പരിപാടികളും നോക്കാം എന്നുള്ള രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. ബെഡ്റൂമൊക്കെ ദേ ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനിടയിൽ ഞാൻ ദേ വന്നിട്ട് സവാള വാട്ടി കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ആ പരിപാടി ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്, ഇപ്പുറത്ത് ചിക്കൻ്റെ കറി വെക്കുന്ന പരിപാടി ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഫൈനലി നമ്മൾ ചിക്കനൊക്കെ ഇട്ട് കൊടുത്ത് പിന്നെ അവിടെ കിടന്ന് ചിക്കൻ വെന്തോളൂ കേട്ടോ. അപ്പോൾ ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്യാണ്ടാണ് കേട്ടോ ചിക്കൻ കറി വെക്കുന്നത്. ചില ടൈമിലൊക്കെ ഞാൻ അങ്ങനെ വെക്കാറ്. ഞാൻ രണ്ട് രീതിയിലും വെക്കും, ഫ്രൈ ചെയ്തിട്ടും വെക്കും, ഫ്രൈ ചെയ്യാണ്ടും വെക്കും കേട്ടോ. അപ്പോൾ അത് ഈ തവണ ഞാൻ എന്തായാലും ഫ്രൈ ചെയ്യാണ്ടാണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ്റെ ഞാൻ പിന്നെ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി അതെന്തായാലും അവിടെ കിടന്ന് കുക്കായിക്കോളൂ. ആ ടൈമിൽ നമുക്ക് ഇനി പെരയൊക്കെ ഒന്ന് അടിച്ച് വരാനുണ്ട്. അപ്പോൾ അതേ ഞാൻ റൂമൊക്കെ വന്നിട്ട് ഇത് അടിച്ചു വാരിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അടിച്ചു വാരലും കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഒരു വാഷ് ബേസും കഴുകാനുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കുളിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അത്യാവശ്യം വേണ്ട പടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ ചിക്കൻ കറിയും ഇവിടെ സെറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് ഈവനിങ്ങിൻ്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഈവനിങ് ആയപ്പോഴത്തേക്കും തുണികളൊക്കെ നമ്മൾ ഉണക്കാൻ വേണ്ടി ഇട്ടതൊക്കെ അത് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഇതെല്ലാം മടക്കി വെക്കണം. തുണികളൊക്കെ എനിക്ക് അലക്കാൻ വല്ല കുഴപ്പമൊന്നുമില്ല, ഇതൊക്കെ മടക്കി വെക്കുക എന്നുള്ളതാണ് കേട്ടോ എനിക്ക് ടാസ്ക്. ഇനി നമ്മുടെ അടുത്ത പരിപാടി ചെടികൾക്ക് വെള്ളം ഒഴിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ടെറസിൻ്റെ മുകളിൽ കുറച്ച് ചെടികളൊക്കെ നനച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ വെള്ളം ഒഴിക്കാനുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് കഴിഞ്ഞ ദിവസം സെറ്റ് ചെയ്തിട്ടുണ്ടായ സ്റ്റോൺ പാത്ത് വേ. അപ്പോൾ അതിലൂടെയാണ് നമ്മളിപ്പോൾ ടെറസിൻ്റെ മുകളിലേക്ക് പോകേണ്ടത്. അപ്പോൾ അവിടെ കുറച്ച് ചെടികൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹാങ്ങിങ് ആയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് വെള്ളം ഒഴിക്കാനുണ്ട്. അപ്പോൾ അതിനാണ് നമ്മൾക്ക് പോകുന്നത്. അപ്പോൾ ഹെസതേ മുമ്പിൽ പോവുകയാണ്, ഞാൻ പോയി നോക്കിയിട്ട് വരാമെന്നും പറഞ്ഞുകൊണ്ട്. ഒഴിച്ചോളൂ. അങ്ങനെ ആ പരിപാടി കഴിഞ്ഞ് പിന്നെ നമ്മൾ താഴത്തേക്ക് വന്നിട്ട് അപ്പോൾ അത് ഇവിടെ കുറച്ച് ചെടികളൊക്കെ നമ്മൾ താഴ്ത്തി നട്ടിട്ടുണ്ട്. അപ്പോൾ അതിന് ഇനി വെള്ളം ഒഴിക്കാനുണ്ട് കേട്ടോ. ഞാനിവിടുത്തെ ചെടി നനച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ കുട്ടീസ് അവിടെ ഭയങ്കരമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഹെസായും ഹംനായും അമ്മീനും കൂടി ഭയങ്കര കാര്യമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഇവിടെ. ഇതപ്പോൾ നമുക്ക് രാത്രി കഴിക്കാൻ വേണ്ടിയിട്ടുള്ള പത്തിരിയും വാട്ടർ മെലനും ഉണ്ട്. അപ്പോൾ അത് വാട്ടർ മെലൻ ഞാൻ കട്ട് ചെയ്ത് ആദ്യം വിചാരിച്ച് ജ്യൂസ് അടിക്കാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് ഇത് പത്തിരി കഴിക്കുന്ന ടൈമിൽ നമുക്ക് കഴിക്കാമല്ലോ എന്ന് ഓർത്ത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. സന എന്തായാലും വാട്ടർ മെലൻ കഴിക്കത്തില്ല, പിന്നെ ഞങ്ങൾ മാത്രമായിട്ട് വാട്ടർ മെലൻ കഴിക്കത്തുള്ളൂ. നോർമലി വൈകിട്ടത്തെ എല്ലാ പരിപാടികളും കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ചായ കുടിക്കാറ്. അപ്പോഴത്തെ ചെടിയൊക്കെ നനച്ച് വന്നതിന് ശേഷമാണ് ഞാൻ ചായ കുടിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ ഇരുന്നിട്ടാണ് ചായ കുടിക്കുന്നത്. അടുക്കളയുടെ സൈഡിൽ നമ്മൾ പടിയിൽ ഇരുന്നിട്ട് ഇവിടെ നിന്ന് കാഴ്ചയൊക്കെ ആസ്വദിച്ചുകൊണ്ടിരുന്നിട്ടാണ് ഞാൻ ചായയൊക്കെ കുടിക്കാറുണ്ട്. അങ്ങനെ നമ്മൾ ചായ കുടിച്ചതിന് വന്നതിന് ശേഷം പിന്നെ നേരത്തെ അലക്കി കൊണ്ട് വന്നിട്ടുണ്ടായിരുന്ന ഡ്രസ്സൊക്കെ മടക്കി വെക്കാനുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം 1 by 1 ആയിട്ട് മടക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനപ്പോഴത്തേക്കും ഹയാസം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത് രണ്ടെണ്ണം കൂടി ഭയങ്കര കളിയിലായിരുന്നു കേട്ടോ. സന്ധ്യ ആയപ്പോഴത്തേക്കും തേക്കാക്കും ജോലി തന്നെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിലുണ്ടാകാനുള്ള പൊടി തീർന്നിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അത് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കൈയോടെ അത് അതിലേക്ക് ഇട്ടിട്ട് നമ്മൾ കത്തിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല സ്മെല്ലായിരുന്നു കേട്ടോ അത്.
ലൈറ്റ് ഓഫ് ചെയ്തിട്ട് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഫുഡ് കഴിക്കാനുള്ള പരിപാടിയിലേക്കായിരുന്നു കേട്ടോ. അപ്പോൾ അതേ നേരത്തെ എടുത്ത് വെച്ച വാട്ടർമെലനൊക്കെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചിക്കൻ കറി പിന്നെ രാവിലെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. പിന്നെ ഇത് പത്തിരിയും സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ഈ ഒരു പരിപാടി കാണുന്നത്. നോർമലി സനാൻ്റെ അടുത്ത് അങ്ങനെ പണി ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മടിയുള്ള കൂട്ടത്തിലാണ് കേട്ടോ. പക്ഷേ ഇന്നതേ ടേബിളൊക്കെ തുടച്ച് ഇതേ ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ സന ക്ലീൻ ചെയ്യുന്ന ഒരു കൂട്ടത്തിൽ ഞാൻ വന്നിട്ട് ഇത് എൻ്റെ കിച്ചണിലെ പരിപാടിയിലേക്ക് വന്നിട്ടോ. അപ്പോൾ കിച്ചണിൽ ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ കുട്ടി ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ പുതിയ വിശേഷങ്ങളായിട്ട് നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനലിലേക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ബൈ.